എഡ്വിൻ വെബ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസും അതിൻ്റെ ഹാങ് ഓവറും എല്ലാം കഴിഞ്ഞു അല്ലേ. എന്നാലും നമ്മുടെ ക്രിസ്മസിൻ്റെ കരോളും കാര്യങ്ങളൊക്കെ നമ്മുടെ വാർഡിലെ കരോളും കാര്യങ്ങളൊക്കെ ഇന്നിടണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസം ടൗൺ കരോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനപ്പോൾ വ്യൂസൊക്കെ കുറവായിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ഒന്ന് പോയി കാണണം കേട്ടോ. അതുപോലെ തന്നെ ഇന്നും അതിൻ്റെ ബാക്കി വിശേഷങ്ങളും ക്രിസ്മസ് ദിനത്തിലെ കാര്യങ്ങളും പരിപാടികളും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസ് ഇടണം കേട്ടോ. അപ്പോൾ അതേ എഡ്വിനും പൊന്നൂസും കൂടെ അതേ കുഞ്ഞിക്കിടാവിൻ്റെ കൂടെ കളിക്കണം കണ്ടോ. അവർക്ക് ഇഷ്ടം കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞിക്കിടാവിനെ. പിന്നെ നമ്മുടെ അതേ റോക്കിനെ എല്ലാവരും മറന്നു കാണൂല്ലേ. ഇതേ പൊന്നൂസ റോക്കിനെ വിളിച്ചേ. മമ്മിയുടെ ഈ തെങ്ങയിലെ പയറൊന്നും മമ്മി പറിച്ചില്ലല്ലോ. ഇതെല്ലാം പഴുത്തു പോയില്ലോ. ഇതെന്നായിരിക്കും മമ്മി പറിക്കാത്ത? ഫുള്ള് പഴുത്ത് കിടക്കണുണ്ടോ. നല്ല നീളമുണ്ട്. എല്ലാം വിത്തിനുള്ളതായിട്ട്. മമ്മിയുടെ പൂ നോക്കിയേ ഉണ്ടോ. ഞാൻ അവിടെ പിടിപ്പിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താ ശരിയാണ്. കാലാവസ്ഥയുടെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് വന്നപ്പോൾ ഇവിടെ പപ്പയുടെ കൂടെ കിളയ്ക്കാൻ കൂടി ഞാനും പപ്പയും കൂടെ നട്ട പയറാട്ടോ. അതേ ഉണ്ടോ കായ്ച്ചേക്കണുണ്ടോ. ഞാനിപ്പോൾ വന്നപ്പോൾ മമ്മി ഇത് പറിക്കാണ്ട് കുറേയൊക്കെ ഇട്ടതാ എന്നെ കാണിച്ചു തരാൻ വേണ്ടി. എനിക്കൊരു സന്തോഷം വേണമല്ലോ. കണ്ടോ, നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലം കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. ഉണ്ടോ ഉണ്ട്. എനിക്ക് വിത്ത് വേണം. വിത്ത് അവിടെ ഉണ്ട്. അത് മൊത്തം വിത്ത്. അത് ഞാൻ എടുത്തായിരുന്നു. മമ്മി ഇവിടെ പിന്നെ ഈ പയറൊക്കെ കയറ്റി വിട്ടേക്കണം. വലയാട്ടോ, നല്ല വല കിട്ടും. ഒത്തിരി വിലയൊന്നും ആവില്ലേ. എനിക്കും ഇങ്ങനത്തെ ഒരു വല വേണം. അതാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. നന്നായിട്ട് എന്ത് പച്ചക്കറി ആണെങ്കിലേ അങ്ങനെയൊക്കെ നിന്ന് പാവലോ അങ്ങനെയൊക്കെ കോവലാണെങ്കിലും അങ്ങനെ നിന്ന് കായ്ച്ചോളൂല്ലോ. കണ്ടോ ബീൻസ് കിടക്കണുണ്ടോ. അവിടെ നിന്ന് കൊണ്ടുവന്നാട്ടോ ഇതല്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ പയറുണ്ട്, പക്ഷെ അത്ര നീളം ഇല്ല കേട്ടോ പയറിന്. ഇവിടുത്തെ പയറിന്, മമ്മിയുടെ പയറിന് നല്ല നീളമുണ്ട്. അപ്പോൾ കൊണ്ടുപോകണം. ഇങ്ങനെ കാണിക്കുമ്പോൾ കാവലം കുറയുമോന്നേ. അപ്പോൾ ആൾക്കാർ കൊടുക്കാം. ഒരു ഇത് ഇവിടെ ബീൻസിന്റെ അതെയോ. ഇത് പിടിച്ചോ പൊന്നൂസേ. ഈ പാത്രം ഇവിടെ വയ്ക്കാം. നോക്കി പിടിച്ചോണം. മമ്മിയുടെ കൈ കൊണ്ടു കൊടുക്കാം. രണ്ട് വിത്ത് കിടക്കണ്ടേ. അത് രണ്ടും എടുത്താൽ നിനക്കുണ്ടോ കുറച്ച് വേൽത്ത് വെച്ചാ. എന്നാ പിന്നെ വിത്ത്, ബീൻസിന്റെ വിത്ത് നമുക്ക് കൊണ്ടുപോണ്ടേ. ഇങ്ങോട്ട് കൊണ്ടുവരും, അത് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അല്ലേ മേ. ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞ് ഇങ്ങനെ പറിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അതേ പൊന്നിന് ഭയങ്കര സന്തോഷമായിരുന്നു. പൊന്നു ഞാൻ പറിക്കാന്നൊക്കെ പറഞ്ഞു. അവൾ വലിച്ച് പറിക്കാനൊക്കെ നോക്കി. പക്ഷേ അത് പൊട്ടിപ്പോവില്ല, പയറിൻ്റെ തണ്ടും പോകും. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറിച്ച് അവളുടെ കൈ കൊടുക്കും, അവൾ കൊണ്ടുപോയി മമ്മിക്ക് കൊടുക്കും. അതാണ് ചെയ്തത്. ഇതെന്തിനാ പൊന്നു, ഈ പയർ എന്തിനാ പൊന്നു നമ്മൾ പറിച്ചേ? നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, നമുക്കിന്ന് കറി വെച്ച് കൂട്ടണ്ടേ. കാണിച്ചേമേ ആ പയർ കാണിച്ചേമേ. ഇത്രയും പയർ പറിച്ചു. ഇത്രയും മതി ഞങ്ങൾക്കുള്ള തോരനുള്ളതായി. ബാക്കി അവിടെ കിടക്കണ്ടേ. അപ്പം ഞാനും കൂടെ നട്ടതായോണ്ട് മമ്മി എനിക്ക് വേണ്ടി, ഞാൻ കാണാൻ വേണ്ടി മമ്മി ഇട്ടതാട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ തോരൻ പയർ പറിച്ചോണ്ട് വന്ന പയർ ഒരുക്കും കേട്ടോ. ഇതിന്റെ കളറ് നോക്കിയേ ഉണ്ടോ, നല്ല നീല പയർ. ഇത് തോരൻ വെച്ചാൽ നല്ല കേട്ടോ. അതിന്റെ കൂടെ ഇടാൻ ഇത്തിരി അച്ചിങ്ങ പയറും കൂടെ ഉണ്ടേ. അപ്പൊ ഇതും അരിഞ്ഞിട്ട്
ഈ ഒരുക്ക് വയറ് പൊളിച്ചും കൂടെ ഇട്ട നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം. നീ പൊന്നൂസ് അമ്മയുടെ കൂടെ ഉണ്ടോ? ഒരുക്കി ഇടാൻ കൂടെ ഉണ്ടോ? ആ അച്ചിങ്ങ മണ്ണിലിട്ടാലുണ്ടല്ലോ കൊള്ളില്ല, അത് കഴുകണം. അമ്മ ഈ വലുത് എടുക്കട്ടെ. ഇത് വലിയ നല്ല പാട്ടൊക്കെയാലോ. വേഗം ഒരുക്കാൻ കൂടിയേ പൊന്നോ, വേഗം കൂടെ. പൊന്നൂസും കൂടെ പൊളിക്കാൻ കൂടണം കണ്ടോ എഡ്വിനെ? എഡ്വിൻ കുട്ടി അമ്മയുടെ കൂടെ കൂടാറുണ്ടോ ഇതിനൊക്കെ? പൊന്നൂട്ടി എല്ലാത്തിനും കൂടണത് ഇല്ലേ പൊന്നൂസേ? അമ്മേനെ സഹായിക്കാൻ ആരാ ഉള്ളേ? ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം പൊളിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവളുടെ കൈ വേദന എടുക്കൂലേ. അമ്മ എടുത്തോളാം. അവിടെ ഇരിക്കേ പൊന്നു, അവിടെ ഇരുന്നേ. ഇത് മൊത്തം കളർഫുൾ ആയില്ലേ? ഇത് പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന്റെ കൂടെ ഇച്ചിരി അച്ചിങ്ങ ഇടാൻ വേണ്ടി അതൊന്ന് അരിഞ്ഞെടുക്കണേ. എഡ്വിന് ഇത് ഇഷ്ടമാണോടാ? എഡ്വിന് ഇഷ്ടമാണ്. നമ്മുടെ അടുത്തുണ്ടാവണ പയറൊക്കെ എഡ്വിന് ഇഷ്ടം. ഇനിയുള്ള നമ്മുടെ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ വാർഡിലെ കരോളാട്ടോ കാണുന്നത് കേട്ടോ. നമ്മുടെ അമ്മച്ചിമാർ ചട്ടയും മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. അതുകൂടാണ്ട് നമ്മുടെ ചെറിയ ഡ്രമ്മ് കൊട്ടേണ്ടത് നമ്മുടെ എഡ്വിൻ കുട്ടനാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും, മക്കളും അമ്മമാരും എല്ലാവരും കുടുംബസമേതം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മനോഹരമായിരുന്നു, ഒരു ദൈവാനുഗ്രഹപ്രദമായിരുന്നു. എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ലാസ്റ്റുള്ള കൊട്ടിക്കലാശാട്ടോ നമ്മളിവിടെ കാണുന്നത്. ചാട്ടത്തിന് ഒട്ടും കുറവ് വരുത്താണ്ട് നമ്മുടെ പൊന്നൂസും മുൻനിരയിൽ തന്നെയുണ്ട് കേട്ടോ. വലിയവരുടെ കൊട്ടും പാട്ടൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മക്കൾക്ക് അതങ്ങ് പോരാ, അവർക്ക് തന്നെ ഇനിയും കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് അവർ കളിക്കുന്നതാട്ടോ. വളരെ മനോഹരമായിരുന്നു. ആ മ്യൂസിക്കും കൂടെ ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് കാണാനൊരു അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് മ്യൂസിക് ഇട്ടാൽ എനിക്ക് പണി കിട്ടും, അതുകൊണ്ട് ഞാൻ മ്യൂസിക് ഇടണില്ല കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട്. എല്ലാവരും കണ്ട് നമ്മുടെ മക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുവാണ്. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ വാർഡിലെ ഏറ്റവും മനോഹരമായൊരു പുൽക്കൂടിൻ്റെ ദൃശ്യമാട്ടോ ഇനി കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാറായിട്ടോ. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് കരോൾ വിശേഷങ്ങളും ബാക്കി ഞങ്ങളുടെ പയർ കൃഷി കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് ഒന്നും ഞാൻ നോക്കിയിരിക്കും, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.